കണ്ടോ? എന്റെ 3-ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നി തന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ആക്കല്ല ഇത്. എങ്ങനെയുണ്ട്? പണിക്കരെ, ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. ഹലോ ഗൈസ്, വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ തമിഴിൽ കണ്ടതുപോലെ ഞാൻ എൻ്റെ കുറച്ച് ഓൾഡ് മെമ്മറീസ് ഒക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ വളരെ ഫണ്ണി ആയിട്ടും സില്ലി ആയിട്ടും തോന്നിയേക്കാം. പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു ഐറ്റംസാണ്. അപ്പം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇങ്ങോട്ട് വരുന്നതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരേണ്ട സാഹചര്യം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ അമ്മ മരിച്ചു പോയിട്ടാണ് ഞാൻ വന്നത്. കുറച്ച് നേരത്തെ എത്തേണ്ടി വന്നു. ഞാനിവിടെ 2.5 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. കാരണം മിക്കപ്പോഴും അമ്മയും അച്ഛനും ഷിലോങ്ങിലായിരിക്കും. സോ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഞാൻ 2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഈ റൂമൊന്ന് അടുക്കി പറക്കി വെച്ചപ്പം കണ്ട കുറച്ച് ഐറ്റംസാണ് കേട്ടോ. ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസാണ് ഇതൊക്കെ. ഐ തോട്ട് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം അതിന് മുന്നേ ഞാൻ എൻ്റെ റൂം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മുറി. വളരെ കൊച്ചു മുറിയാണ്. ആ കൊച്ചു മുറിയിൽ ഒരു വലിയ കട്ടിലുണ്ട് കേട്ടോ. കിങ് സൈസോ ക്യൂൺ സൈസോ എന്തോ ആണ്. അതുകൊണ്ട് എൻ്റെ റൂമിൻ്റെ മാക്സിമം സ്പേസും ഈ കട്ടിലാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇത് എൻ്റെ സ്റ്റഡി ടേബിളാണ്. ഇവിടെ ഇരുന്ന് അധികം പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ കൂടുതലും താഴെ ഡൈനിങ് ഏരിയയിലിരുന്നാണ് കേട്ടോ പഠിക്കാറുള്ളത്. ഇത് ഞാൻ കൊണ്ടുവന്ന പെട്ടി. ഇത് ഞാൻ അൺപാക്കൊന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുകയാണേ. ഇത് എൻ്റെ ഡ്രസ്സിങ് ടേബിള്. പിന്നെ ഇത് കണ്ടോ, ഈ കട്ടിലിന് പരുവമായിട്ടുള്ള ഒരു മാട്രസ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നത്. പിന്നെ ആ കാണുന്ന പെട്ടി എൻ്റെ അല്ല കേട്ടോ, എൻ്റെ പേരൻസിൻ്റെയാണ്. എൻ്റെ റൂം ഒരു സ്റ്റോർ റൂം ആക്കാനാണെന്ന് തോന്നുന്നു അവരുടെ പ്ലാൻ. അവിടെ ഇരിക്കുന്ന ആ ഗിറ്റാർ അത് എൻ്റെ അല്ല. ആൻഡ് ഇവിടെ ഉള്ള ആരും ആ ഗിറ്റാർ വായിക്കാറില്ല കേട്ടോ. അച്ഛൻ UN മിഷനിൽ പോയപ്പം കൊണ്ടുവന്നതാണ്. അപ്പോൾ റൂമൊക്കെ കണ്ടില്ലല്ലേ, വളരെ ചെറിയ മുറിയാണ്. പക്ഷെ എന്നാലും എനിക്കിതിൽ കുറേ മെമ്മറീസ് ഉണ്ട് ഈ റൂമിൽ. അപ്പം ആദ്യമേ ഞാൻ സമയം കളയുന്നില്ല, ഞാൻ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യമേ ഈ റൂബിക്സ് ക്യൂബുകളാണ് കേട്ടോ. ഇത് 4 അധികം വർഷമൊന്നും ആയില്ല, ഒരു 5 years ആയിട്ടുള്ളൂ. കൊറോണ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് ന്യൂ ചെയ്യണം എന്ന് തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ച റൂബിക്സ് ക്യൂബുകളാണ് കേട്ടോ ഇത്. ഒരു കാലത്ത് ഞാൻ ഇത് 4 സോൾവ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ മറന്നുപോയി. പിന്നെ ഇത് 2 ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈസിയാണ് ചെയ്യാനായിട്ട്. ഇത് 3 ഞാൻ ചെയ്യാൻ പഠിച്ചിട്ടു. ഇത് സിമ്പിളാണെന്ന് തോന്നുന്നു. ഇതൊന്ന് പഠിക്കണം. അപ്പം ഇത് ഒരു മെമ്മറി മാറ്റി വെക്കട്ടെ. അടുത്തത് ഇത് കണ്ടോ, ഇതും ഒരു 5 വർഷം മുന്നേ തോന്നി ഞാൻ വാങ്ങിയത്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഡ്രീം ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഞാൻ വളരെ മടിച്ചിയാണ് കേട്ടോ, എഴുതാനും വായിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ വളരെ മടിച്ചിയായതുകൊണ്ട് ഈ ഡ്രീം ബുക്കിൽ ജസ്റ്റ് എന്താ പറയുക, ഒക്ടോബർ 2022 തോന്നുന്നത് വാങ്ങിയതൊക്കെ. 5 വർഷമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് ഇത്ര മാത്രമേ ഞാൻ ഡ്രീംസ് എഴുതിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എംറ്റിയാണ് ഉണ്ടാകുക, ഫുൾ എംറ്റിയാണ്. ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് ഞാൻ ജിമ്മിൽ പോയി, ഞാൻ ഇന്ന് അമ്മയായിട്ട് വഴക്കൂടി, ഇനി വഴക്കൂടാൻ പാടില്ല, വെള്ളം കുടിക്കണം, ഇതൊക്കെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഫൺ ടു റീഡ്. അപ്പം അതത്രേ ഉള്ളൂ എൻ്റെ ബുക്ക്. ഇനിയും എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര മടിയാണ് ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. സാധനം അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കാർഡ്സ്, ക്രിസ്മസ് കാർഡ്സും ന്യൂ ഇയർ കാർഡ്സും ഒക്കെ അതെനിക്ക് തോന്നുന്നു സ്കൂളിൽ നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ്സ് കൊടുക്കുന്നത്. ഞാൻ മാക്സിമം എനിക്ക് കിട്ടിയ എല്ലാ കാർഡും ഞാൻ
എനിക്കെന്താ നടക്കില്ല ഈ എക്സ്പെൻസീവ് ഗിഫ്റ്റ്സിനെക്കാളും എനിക്കിങ്ങനെ ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ എഴുതി തരും, ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. ഈ കാർഡ്സും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മിക്ക കാർഡുകളും ഞാൻ കാണുമ്പോഴാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണ് ഇത്. ഇതൊന്നും ഞാൻ കളയാറില്ല. എനിക്ക് തോന്നുന്നു മിക്കവരും ഇത് കളയാറില്ല അല്ലേ. ഞാൻ ഒട്ടും ഇതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. ഈ ആര് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇറേസർ ആയാലും മതി, ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് തരുന്നതാണെങ്കിൽ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. ഒത്തിരി കാർഡ്സുണ്ട്. എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയ ഒരു കാർഡും ഞാൻ മിസ്സാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനായിട്ട് മിസ്സാക്കിയിട്ടില്ല. സോ എല്ലാ കാർഡ്സും ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലെൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ, സ്കൂൾ ഫ്രണ്ട്സ്. കോളേജിൽ അങ്ങനെ കാർഡ്സ് കൊടുത്ത് നമ്മളാരും അങ്ങനെ ചെയ്തിട്ടില്ല. കൂടുതലും ഗിഫ്റ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. കാർഡ്സ് നമ്മൾ ക്രിസ്മസിനും ന്യൂ ഇയേഴ്സിനും കാർഡ് അങ്ങനെ ആരും കൊടുത്തില്ല. കൂടുതലും കാർഡാണ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനിതിന് പേരൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നതാണ് കേട്ടോ കാർഡ്. നൈസ്. പിന്നെ അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് കിട്ടാമെന്ന് തോന്നുന്നു. സൂക്ഷിക്കാമേ. ഈ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫസ്റ്റ് ടൈമല്ല, എനിക്ക് വളരെ റെയർലിയാണ് ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ചെയ്യുന്നത്. അത് ഭയങ്കര എന്താ പറയുക, നാണോ ഒക്കെയാണ് കേട്ടോ. എനിക്കറിയത്തില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എനിവേസ്, അപ്പം അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ. ഇതെനിക്ക് കോളേജിലൊരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അവൾ എല്ലാ ഗേൾസിനും കൊടുത്തായിരുന്നു. അവൾ എവിടെ പോയപ്പം എല്ലാ ഗേൾസിനും കൊടുത്തായിരുന്നു. സോ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ സ്കൂളിലെ ID കാർഡ്സ്. നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോസ് കാണാൻ പറ്റത്തില്ല കേട്ടോ, കാരണം എൻ്റെ അമ്മയും അച്ഛനും എടുത്തില്ല. സത്യത്തിൽ എൻ്റെ ചേച്ചിയുടെ ഫോട്ടോസ് ഉണ്ട്, എൻ്റെ ഫോട്ടോസ് മാത്രമേ അവരെടുത്തില്ല. അവർ ഈ മെമ്മറീസിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇത് എൻ്റെ 8th സ്റ്റാൻഡേർഡിലെ ID കാർഡ്. ഇതെൻ്റെ +2 ID കാർഡ്. ഇത് കോളേജിലെ ID കാർഡ്. ഇത് ഒരു ഫ്രണ്ട് പൊട്ടിച്ച് തന്നത്. എനിക്കറിയത്തില്ല, ഇതിൽ ഓരോ ഐറ്റംസ് എടുക്കുമ്പോഴും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് ഞാൻ എന്താ പറയുക, ആ ഒരു പാസ്റ്റിലോട്ട് പോയതുപോലെ, എന്നിട്ട് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ മെമ്മറീസ് ഇങ്ങനെ വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്. ഒരു ടൈം മെഷീൻ പോലെ നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും അങ്ങോട്ടേക്ക് പോകും, അവിടെ നമ്മൾ ജീവിക്കും. അതൊരു സിനിമയിൽ കാണുന്നത് പോലെ നമ്മൾ കാണും. അപ്പം അതുകൊണ്ട് ഈ വക ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എനിക്ക് സൂക്ഷിച്ച് വെക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അത്യാവശ്യം ക്രാഫ്റ്റ്സ് ചെയ്തിരുന്ന ഒരാളാണെന്ന് എനിക്ക് പറയാം. ഐ യൂസ് ടു ലവ് ഇറ്റ്. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യാറില്ല. എന്താ കാരണം എനിക്കറിയത്തില്ല. സ്കൂളിൽ വെച്ച് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് നമ്മൾ ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിൽ ഞാനെടുത്തത് ക്രാഫ്റ്റായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ ഇതിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് എന്തോ പാതി വെച്ച് അവസാനിപ്പിച്ച എന്തോ ഒരു കാര്യം. പിന്നെ ഞാൻ ഇത് കണ്ട, ഇത് ഞാൻ ചെയ്തതാണ്.
കുപ്പിവളയും ഈ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്തു. ഇതൊക്കെ ആ മാം പഠിപ്പിച്ചു തന്നതാണ്. ഞാൻ അത് ചെയ്തിരുന്നു. നന്നായിട്ട് ഇരിപ്പുണ്ട്. പിന്നീട് ഗ്ലാസ് പെയിൻറ്റിങ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അവരത് ഈ കവറിനകത്താണ് കേട്ടോ ചെയ്യിപ്പിച്ചത്. ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ചെസ് നമ്പറാണ്. കാരണം എനിക്ക് അധികം മെഡൽസും ട്രോഫീസും ഒന്നും കിട്ടാത്ത ഒരാളാണ്. കാരണം ഞാൻ ഒരു പഠിത്തത്തിൽ ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ല, ഡാൻസ് ഇല്ല, പാട്ടില്ല, അങ്ങനത്തെ കഴിവുകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്കും ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ്സും ട്രോഫീസും പ്രൈസസും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ കോളേജിൽ വെച്ച് ഞാൻ ഒരു 1500 മീറ്റർ റേസിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അന്ന് ലക്കി എനിക്ക് ബ്രോൺസ് മെഡൽ കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇട്ടിരുന്ന ചെസ് നമ്പറാണ് ഇത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാനിത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കിട്ടിയ മെഡലാണ് കണ്ടിന്യൂ 3rd പ്രൈസായിരുന്നു എനിക്ക്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് എനിക്ക് ഈ വക ഐറ്റംസിനൊക്കെ എന്തെങ്കിലുമൊക്കെ മെഡലോ ട്രോഫിയോ കിട്ടുന്നത്. പിന്നെ ഇത് എൻ്റെ 12th ഫുൾ A+ കിട്ടിയപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ എനിക്ക് ഗിഫ്റ്റായിട്ട്, പ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. പണ്ട് കുഞ്ഞിലേ കിട്ടിയ സർട്ടിഫിക്കറ്റ്സൊക്കെ എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഞാനത് ഡിസ്ട്രോയ് ചെയ്തു. കാരണം എനിക്ക് അതിൻ്റെ വാല്യൂ ഒന്നും അറിയത്തില്ലായിരുന്നില്ല, ആരും പറഞ്ഞു തന്നില്ലായിരുന്നു അതിൻ്റെ വാല്യൂസ് ഒന്നും. അതുകൊണ്ട് ഞാൻ എന്താ പറയുക സൈൻ ചെയ്ത് അതിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതുകൊണ്ട് എനിക്കില്ല കേട്ടോ. പിന്നെ ഇത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത കപ്സ്, അതേപോലെ തന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത വേറൊരു കപ്പാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇത് ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനി ഇൻഫോസിസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇൻഫോസിസുകാർ തന്ന ഒരു ഇതാണ് കേട്ടോ. എന്തോ ഇതിൻ്റെ ഉപയോഗമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അവർ തന്ന ഐറ്റംസാണിത്. സോ ഫസ്റ്റ് കമ്പനി എന്തെങ്കിലും തരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ അവർ ഇത് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എനിക്ക് കാർഡ് ഹോൾഡർ, ഇറ്റ്സ് കാർഡ് ഹോൾഡർ ഐ ഗെസ്. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കമ്പനി ഇല്ലേ, അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് നാഗാലാൻഡിലാണ് കേട്ടോ. ഒരു 3rd സ്റ്റാൻഡേർഡ് മുതൽ 5th സ്റ്റാൻഡേർഡ് വരെ. അപ്പം അന്നത്തെ എൻ്റെ ക്ലാസ് ഫോട്ടോ ഉണ്ട്. അതിൽ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കോലം കണ്ടോ, ഇതൊക്കെ ഇനി ലാമിനേറ്റ് ചെയ്യണം. ഇതിൽ ഞാൻ ഫോട്ടോ ഇടാൻ പറ്റുന്നു. ഇതാണ് ഞാൻ. ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഐ ട്രൈ ടു പുട്ട് ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ. പിന്നെ അടുത്തത് ഇത് ഞാൻ ചുമ്മാ സൂക്ഷിച്ചിരുന്നു. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വെറുതെ സൂക്ഷിച്ചിരുന്നുണ്ട്. നല്ല വേറൊന്നുമില്ല, നല്ലൊരു ചുമ്മാ. ഇതെൻ്റെ 11th സ്റ്റാൻഡേർഡിൽ ബുക്കാണ്. പിന്നെ ഇതെൻ്റെ 9th സ്റ്റാൻഡേർഡിലെ മലയാളം ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. ഭാവി ഇതിപ്പോൾ വലിയ ഇതായിട്ടൊന്നും തോന്നത്തില്ല. നമുക്ക് ഒരു 10-50 വയസ്സാകുമ്പോഴാണ് ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒരു
സന്തോഷം തോന്നുന്നത്. അത് ഞാൻ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോപ്പ്ഫുള്ളി ഇതിങ്ങനെ തന്നെ നിലനിൽക്കും. ഇപ്പം തന്നെ എൻ്റെ മുറി ഒരു സ്റ്റോർ റൂം പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേരൻസ് എൻ്റെ റെക്കോർഡ് ബുക്ക്, 12th റെക്കോർഡ് ബുക്ക് ഫിസിക്സ്. ഇതിനൊക്കെ എനിക്ക് ലാബിനൊക്കെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു മെമ്മറി. പിന്നെ ഇത് ഒരു മാലയാണ് കേട്ടോ. 21 വർഷം പഴയ മാലയാണ്. നാഗാലാൻഡിൽ ഉണ്ടായിരുന്നപ്പോൾ അമ്മ വാങ്ങിയതാണിത്. ഇപ്പോഴും ഇതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ അമ്മയ്ക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഇത് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. നല്ല വൃത്തിക്ക് പുതിയതുപോലെ ഇരിപ്പുണ്ട് ദിസ് മാല. ഇതെൻ്റെ കയ്യിലായിരുന്നു. പിന്നെ ഞാൻ SSBക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് SSBക്ക് പോയിട്ടുണ്ട്. 6 വട്ടം ഞാൻ SSBക്ക് പോയി 8 നിലയും പൊട്ടിയ ഒരാളാണ്. അപ്പോൾ അന്ന് പഠിച്ചിരുന്ന ബുക്സാണ് ഇതൊക്കെ. CDS OTA SSB ഇൻ്റർവ്യൂ കംപ്ലീറ്റ് കഴിയും. ഞാൻ 6 വട്ടം പോയിട്ടുണ്ട്. 3 വട്ടം സ്ക്രീൻ ഔട്ടായി, 3 വട്ടം കോൺഫറൻസ് ഔട്ടായി. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരാളാണ് കേട്ടോ അത്. ഞാൻ ആക്ച്വലി 2ാമത്തെ വട്ടം പൊട്ടിയപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇത് എനിക്ക് പറ്റിയതല്ല എന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഒരു ലോഡ് ഓഫ് ഗുഡ് മെമ്മറീസ് എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. കുറേ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് എടുത്ത ചില SSB സെൻറ്റേഴ്സിൽ അവർ ഫോട്ടോസ് എടുക്കും കേട്ടോ. അപ്പം ഇത് എൻ്റെ അമ്മ വിളിച്ചേട്ടോ. അതാണ് താഴെ പോയത്. ഞാൻ എവിടെ വെച്ചാൽ നിർത്തിയത്? എൻ്റെ SSBയുടെ ഫോട്ടോസാണെന്ന് തോന്നുന്നു അല്ലേ കാണിക്കേണ്ടേ. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് SSBയുടെ ഫോട്ടോസാണ്. ചെസ് നമ്പർ 27 ഞാനാണ് കേട്ടോ. അന്നത്തെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ്സാണ് ഈ കാണുന്നത്. പിന്നെ ഇതെൻ്റെ ലാസ്റ്റ് SSBയുടെ ഫോട്ടോ. 11 ആയിരുന്നു കേട്ടോ എൻ്റെ ചെസ് നമ്പർ. എൻ്റെ 6ാമത്തെ SSB ആയിരുന്നു ഇത്. ഇത് ബാംഗ്ലൂർ, ഇത് ഭോപ്പാൽ. അങ്ങനെ എത്ര SSBക്ക് പോയ ഒരാളാണ് ഞാൻ എന്നറിയൂ നിങ്ങൾക്ക്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സ് ബർത്ത്ഡേക്ക് വന്നു കേട്ടോ. ഫസ്റ്റിൽസാണ്. ഞാനിതൊക്കെ സോൾവ് ചെയ്തു കേട്ടോ. ഞാൻ സോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോൾവ് ചെയ്ത് ഇതെല്ലാം ഇളക്കിയിട്ട് വീണ്ടും ഞാൻ സോൾവ് 2 വട്ടമൊക്കെ സോൾവ് ചെയ്തിട്ട് ഞാൻ ഇത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഈ കാണുന്ന ബാഗാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഷില്ലോങ്ങിൽ പോയപ്പം വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കീ ചെയിൻസ് ഒക്കെ ഉണ്ട്. ഇത് ആർക്കോ ഗിഫ്റ്റ് ചെയ്തതാണ്, ആർക്കോ എവിടേക്കോ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അതൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ചേച്ചി ഗോവയിൽ പോയപ്പം കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഒട്ടിക്കേണ്ട എന്തോ ഒരു സംഭവം. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഞാനാണ് ചെയ്തത്, അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു കല്ലാണ് കേട്ടോ. എനിക്ക് ഈ കല്ല് കണ്ടപ്പോൾ ഭയങ്കര പ്രത്യേകത തോന്നി. അപ്പം ഞാൻ ഇതിൽ പെയിൻറ്റ് ചെയ്തതാണ്. ഇത് കുറേ വർഷമായി. അപ്പോൾ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചിട്ട് ഒരു മോളൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. തലമുടിയെല്ലാം ഞാൻ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതൊരു ഇലയാണ്. ആലില. ഗണപതി അമ്പലത്തിലോ പടിഞ്ഞാറ്റിങ്കര അമ്പലത്തിലോ ഏതോ ഒരു അമ്പലത്തിൽ കൃഷ്ണൻ്റെ നടയിൽ അവിടെ ഒരു ആലുണ്ടായിരുന്നു. അപ്പോൾ ആ ആല് അവിടെ കിടന്ന ഒരു ഇല എന്തോ
എന്തിനോ എടുത്ത് വെച്ചതാണ് ഞാൻ, എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും. നിങ്ങൾക്ക് വട്ടാന്ന് തോന്നുന്നു കാണും അല്ലേ? എനിക്കത് ശരി വരുന്നു കണ്ടിട്ട്. അപ്പം ഇനി ഒന്നുമില്ലെന്ന് തോന്നുന്നു, എല്ലാം ഞാൻ കാണിച്ചു. ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉണ്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in my next vlog. Ta-ta!